ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ക്രിസ്മസ് ഗാർലൻഡ് ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ ഒരു ഐറ്റം ആട്ടാ. നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ വെറുതെ കത്തിച്ച് ഒരു ഐറ്റമാണിത്, നമ്മുടെ ഒരു ഗിഫ്റ്റ് പേപ്പർ. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു നീല പോലത്തെ കളറാണ് വന്നിട്ടുള്ളത്. കറക്റ്റ് ആ ഒരു പച്ചയല്ല, ഏകദേശം ഒരു പച്ച ഷെയ്ഡൊക്കെ ഉണ്ട്. എനിക്ക് കറക്റ്റ് ആ ഒരു പച്ച കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആ ഒരു ഗ്രീൻ കളർ തന്നെ ചൂസ് ചെയ്യാം. ഓക്കെ. ഇനി ഇതിൻ്റെ ബാക്കിൽ സിൽവർ കളർ കൂടി വരാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇതുപോലത്തെ ഗ്രീൻ കളറിലെ ഗിഫ്റ്റ് പേപ്പർ തന്നെ ചൂസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ഈ ഒരു ഗാർലൻഡ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ വേഗം തന്നെ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഫസ്റ്റ് തന്നെ നമ്മുടെ ഈ ഒരു പേപ്പറിനെ 4ആയിട്ട് ഫോൾഡ് ചെയ്യാണ്. 4ആയിട്ട് ഫോൾഡ് ചെയ്യണത് നീളത്തിലാട്ടോ, കട്ട് ചെയ്യാനായിട്ട് എളുപ്പത്തിന്. കണ്ടില്ലേ? ഇനി നമുക്കൊരു 2.5-3 ഇഞ്ച് വലുപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ? ഈ ഒരു വീതിയാണ് വേണ്ടത്. ഈ ഒരു വീതിയുടെ അളവെടുത്തിട്ട് ബാക്കിയുള്ള പേപ്പേഴ്സും കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം 4 പേപ്പർ മാത്രമാണ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തത്. അത്യാവശ്യം ഉണ്ടാവും എന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇതൊന്നും തികയില്ല കേട്ടോ നമുക്ക്. അപ്പോൾ ഫസ്റ്റത്തെ പേപ്പർ ഞാൻ ഫുള്ളായിട്ടൊന്ന് നിവർത്തി നോക്കുകയാണ്. എന്നിട്ട് വീണ്ടും അതിനെ നീളത്തിൽ ഇതുപോലൊന്ന് 4ആയിട്ട് ഫോൾഡ് ചെയ്ത് വയ്ക്കുകയാണ്. എന്നിട്ട് നമുക്കൊരു സെല്ലോ ടേപ്പ് എടുത്തിട്ട് ഈ ഒരു ടേബിളിലേക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വണ്ണം കുറഞ്ഞ സെല്ലോ ടേപ്പ് ആയതുകൊണ്ട് കുറച്ചും കൂടി വീതിക്ക് വേണ്ടിയിട്ട് 2 പ്രാവശ്യം ഈ ഒരു സെല്ലോ ടേപ്പ് ഇതുപോലെ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സെല്ലോ ടേപ്പിൻ്റെ 2 വശത്തും ഇതുപോലെ കുനുകുനാന്നൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഗാർലൻഡിലൊക്കെ കണ്ടിട്ടില്ലേ, ആ ഒരു മെത്തേഡ് തന്നെ. ഇനി ഈ ഒരു വശം മുകളിലേക്ക് ആക്കി വെച്ചിട്ട് താഴെ ഭാഗവും ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഒരു പേപ്പറിൻ്റെ 2 സൈഡും കുനുകുനാന്നൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടേബിളിൽ നിന്ന് ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ. ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ എല്ലാ സൈഡും പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. എക്സസൈസ് നിൽക്കുന്ന ആ ഒരു അറ്റഭാഗത്ത് സെല്ലോ ടേപ്പ് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാനുണ്ട്. അപ്പോൾ ഈ സെൻറ്ററിൽ സെല്ലോ ടേപ്പ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു ഭാഗം തൊട്ട് നോക്കിയപ്പോഴേക്കും മനസ്സിലായത് നമുക്ക് തുന്നാനായിട്ട് എളുപ്പം അങ്ങനെ ചെയ്യുന്നതായിരിക്കും. അല്ലാതെ ഈ ഒരു സെൻറ്ററിലൂടെ നമ്മൾ തുന്നി കഴിയുമ്പോൾ ഇത് കീറി പോകാനുള്ള ചാൻസ് ഉണ്ട്. അത്രയും കട്ടിയാണ് ഈ ഒരു ഗിഫ്റ്റ് പേപ്പറിനുള്ളൂ. അപ്പോൾ ഞാൻ ബാക്കി പോർഷൻസിലും കൂടി നേരത്തെ ചെയ്ത പോലെ തന്നെ സെൻറ്ററിൽ സെല്ലോ ടേപ്പ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു സ്റ്റിക്ക് ചെയ്ത സെൻറ്ററിലൂടെ നമുക്കൊന്ന് തുന്നി കൊടുക്കണം. അപ്പോൾ ഗ്രീൻ കളറിലെ ഒരു ത്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 മണിക്കിൽ സൂചിയിൽ നൂല് കോർത്ത് കെട്ടിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തുന്നാൻ പോകുന്നത് സിക്സാഗ് ആയിട്ടാണ്. അതായത് നമ്മൾ റണ്ണിങ് സ്റ്റിച്ചൊക്കെ ചെയ്യില്ലേ, അതേ സെയിം മെത്തേഡ്. അപ്പോൾ ആദ്യം സൂചി ഒന്ന് താഴത്തേക്ക് കുത്തുക, പിന്നെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് മുകളിലേക്ക് കുത്തിയെടുക്കുക, വീണ്ടും ഗ്യാപ്പ് ഇട്ട് താഴത്തേക്ക്, വീണ്ടും ഗ്യാപ്പ് ഇട്ട് മുകളിലേക്ക്. ഓക്കെ. ഈ ഒരു മെത്തേഡിലാണ് സിക്സാഗായിട്ട് തുന്നിയെടുക്കേണ്ടത്. ഇനി ഈ ഒരു ത്രെഡ് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പേപ്പർ ഇങ്ങനെ ചുരുണ്ട് വരും. അതായത് പ്ലീറ്റ്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പേപ്പർ മൊത്തം നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. ചെറിയ പ്ലേറ്റ്സ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ തുന്നൽ കൊടുക്കുക. വലിയ പ്ലേറ്റ്സ് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് അകലത്തിൽ വേണം ഇതുപോലെ സിക്സാഗായിട്ട് തുന്നിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കുന്ന സംഭവമാണെങ്കിലും ഫൈനൽ റിസൾട്ട് നല്ല അമേസിങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് റീത്ത്, അതുപോലെ തന്നെ നമുക്ക് ക്രിസ്മസ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്ത് ഡെക്കറേഷനും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഇതുപോലെയുള്ള ഗിഫ്റ്റ് പേപ്പറൊക്കെ കിട്ടുകയാണെങ്കിൽ എന്താണെങ്കിലും സൂക്ഷിച്ച് വെച്ചോട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഫൈനൽ റിസൾട്ട് കാണാനായിട്ട് ആരും മറക്കരുത് കേട്ടോ. ഞാൻ ഇവിടെ ഇത്രയും ഇപ്പോൾ തുന്നിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല തിക്നെസ്സിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെയല്ല നമ്മൾ ഗാർലൻഡ് വേണ്ടത്, കുറച്ചും കൂടി തിക്നെസ് നമുക്ക് കുറയ്ക്കാം. പിന്നെ ഇതൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതായത് ആ ഒരു ഫ്രണ്ട് പോർഷനിലുള്ള ആ ഒരു ഗ്രീൻ കളറും ബാക്ക് സൈഡിലുള്ള സിൽവർ കളറും നമുക്ക് നല്ല രീതിയിൽ വിസിബിൾ ആവണം. അപ്പോൾ ഏകദേശം ഒരെണ്ണം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി രണ്ടാമത്തത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതുപോലെ നിവർത്തി വെച്ചിട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് നമ്മുടെ സെല്ലോ ടേപ്പ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. കണ്ടില്ലേ? അപ്പോൾ 2 ലെയറായിട്ട് തന്നെ സെല്ലോ ടേപ്പ് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി ഇത് വീണ്ടും നേരത്തെ ചെയ്ത പോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്യാണ്. ഫസ്റ്റ് 2ആയിട്ട് ഫോൾഡ് ചെയ്യുക, പിന്നീട്
അതൊന്നുകൂടി രണ്ടായിട്ട് ഫോൾഡ് ചെയ്യാം. അപ്പോൾ ഒരു സൈഡിൽ ഓൾറെഡി ആ ഒരു സെലോ ടേപ്പ് ഉണ്ട്, മറു സൈഡിൽ എക്സ്ട്രാ ഒരു സെലോ ടേപ്പ് ഇതുപോലെ ഒന്ന് ടേബിളിലേക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ ചെയ്യുക. രണ്ട് സൈഡും ഇതുപോലെ കുനുകുനാന്നൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കട്ടിങ് നല്ല രസമായിട്ട് ചെയ്യാനായിട്ട്. ഈ ഒരു പേപ്പറാണെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടായി പോവും. പിന്നെ നമ്മളിങ്ങനെ സെലോ ടേപ്പൊക്കെ പീൽ ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കണം കേട്ടോ, കീറി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേറെ സെലോ ടേപ്പ് ഒന്നും സ്റ്റിക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നില്ല. ഇതിൻ്റെ ഒപ്പം ഇതങ്ങോട്ട് തുന്നി പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ പേപ്പർ തുന്നി നിർത്തിയതിൻ്റെ ബാലൻസ് നൂലുണ്ടല്ലോ, അതിൽ തന്നെ അടുത്ത പീസ് പേപ്പറും ഇതുപോലെ അങ്ങോട്ട് തുന്നി ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. ഇനി ഒരുവിധം ആയി കഴിയുമ്പോൾ നമുക്കിത് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഗാർലൻഡ് ആ ഒരു ഗ്രീൻ ആൻഡ് സിൽവർ കോമ്പിനേഷനിൽ കിട്ടുന്നതായിരിക്കും. ഇനി ഇതുപോലെ തന്നെ ബാക്കി 2 പേപ്പറും കൂടി ഉണ്ട്, പക്ഷെ അതെനിക്ക് മനസ്സിലായി തികയില്ല എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായ ഈ ഒരു പേപ്പറിൽ നിന്നും വീണ്ടും 3 പേപ്പർ കൂടി കട്ട് ചെയ്യാണ്. അപ്പോൾ വീതി കുറഞ്ഞ ആ ഒരു പേപ്പർ ഞാൻ മാറ്റിയിട്ടുണ്ട്. മൊത്തം 7 പീസ് പേപ്പർ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഗാർലൻഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഗാർലൻഡ് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പിരിച്ചു കൊടുക്കാം. പിന്നെ ഒരുപാട് തിക്നെസ് വേണ്ട, കാരണം നമ്മളിങ്ങനെ പിരിച്ചു കൊടുക്കുന്ന ടൈമിൽ കുറച്ച് തിക്നെസ് നമുക്ക് കൂടുതൽ ഫീൽ ചെയ്യും. ഒരുപാട് തിക്നെസ്സിൽ ചെയ്യുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ ക്രിസ്മസ് ട്രീയിലൊക്കെ ചുറ്റുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല. റീത്തൊക്കെ ചെയ്യുകയാണെങ്കിൽ എത്രയും തിക്നെസ് ഉണ്ടോ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ക്രാഫ്റ്റിനനുസരിച്ചിട്ട് ഈ ഒരു ഗാർലൻഡ് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഫസ്റ്റിൽ നമ്മൾ നൂലെടുക്കുന്ന ടൈമിൽ കുറച്ച് ലെങ്തി ആയിട്ട് എടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ നൂലൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അഥവാ നമ്മുടെ നൂല് ഏതെങ്കിലും പേപ്പർ കംപ്ലീറ്റ് ആവുന്ന ടൈമിൽ തീരാണെങ്കിൽ ആഡ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. എവിടെയാണോ നമ്മുടെ ആ ഒരു ത്രെഡ് തീർന്നത് അവിടെ വെച്ചിട്ട് കെട്ടിട്ട് കൊടുക്കുക. വീണ്ടും സൂചി നൂലിൽ കോർത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻഡ് ചെയ്ത ആ ഒരു പേപ്പറിൽ തന്നെ വീണ്ടും സൂചി കുത്തിയെടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ അറ്റാച്ച് ചെയ്ത് പേപ്പർ ബൈ പേപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു ഗാർലൻഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കാം. നല്ല അടിപൊളിയൊരു ഗാർലൻഡാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഒരു ഐറ്റം യൂസ് ചെയ്തിട്ടാണ് ഇത്രയും അടിപൊളിയായിട്ടുള്ള ഈ ഒരു ഗാർലൻഡ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ക്രിസ്മസിന് മാത്രമല്ല കേട്ടോ, ഏത് ഒക്കേഷനാണെങ്കിലും നമുക്ക് നമ്മുടെ ഡോറ് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സംഭവമാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ ചെറുതായിട്ടൊരു ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്താലോ. ഇത് ഞാൻ നേരത്തെ പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ളൊരു ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ ഇതൊരു ബുക്കിൻ്റെ കവർ പേജ് കോണാക്കി എടുത്തിട്ട് അതിലേക്കാണ് പ്ലാസ്റ്റിക് കവർ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായത്. അതിൻ്റെ മുകളിലേക്കാണ് ജസ്റ്റ് റോൾ ചെയ്ത് കാണിക്കുന്നതാണേ. ഇനി ഇതിൽ നമുക്ക് വേണമെങ്കിൽ ബലൂൺസ്, അതുപോലെ തന്നെ ബെൽസ്, ഡ്രംസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതും അല്ലെങ്കിൽ നമുക്ക് വോളിൽ ഒരു ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിലോ റീത്തിൻ്റെ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും സ്റ്റിക്ക് ചെയ്ത് ഡെക്കോറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കാർഡ്ബോർഡ് വെട്ടിയെടുത്തിട്ട് ഒരു റീത്തായിട്ടും സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു റീത്തിലേക്ക് ഞാൻ ഈ ഒരു ഐറ്റംസ് ആട്ടോ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ കുറച്ച് ബോൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പൈപ്പ് ക്ലീനർ യൂസ് ചെയ്തിട്ടൊരു ചെറിയൊരു ബോ ഉണ്ടാക്കി സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു റീത്തും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് വച്ച് കാണിക്കുന്നതാണ്. ആക്ച്വലി ഇത് ഇന്നലെ തന്നെ അപ്ലോഡ് ചെയ്ത വീഡിയോ ആയിരുന്നു, പക്ഷേ നമ്മുടെ വൈഫൈ നമ്മളെ വലുതായിട്ടൊന്ന് ചതിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇന്നിത് അപ്ലോഡ് ആക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗാർലൻഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം ലൈക്കും കമൻറ്റും പോരട്ടെ. സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.